ഹലോ ഗായ്സ്, വയലറ്റ് വിഷസിലെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റമദാൻ സ്പെഷ്യൽ വീഡിയോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാക്കിയ വീഡിയോ കണ്ടത്. റമദാനിന് സ്പെഷ്യലായിട്ടൊരു ചെറിയ ഡെക്കോർ പോലെ ടേബിൾ ഡെക്കോറും ചെറിയൊരു വാൾ ഡെക്കോറൊക്കെ ആയിട്ട് ഉണ്ടാക്കാമെന്നുള്ള ഉദ്ദേശത്തിലുണ്ടാക്കിയ വീഡിയോ ആണ് കേട്ടത്. ഇതിലൊരു 4 സംഭവം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് പതിയെ ഷോർട്സിലൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ടേബിൾ ഫുള്ളായിട്ട് ഡെക്കോർ ചെയ്യാം. ഇപ്പോൾ ഈ ലോങ് വീഡിയോയിൽ ഒരുപാട് കാണിച്ചാൽ പിന്നെ ബോറടിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയേക്കുന്നത് ഒരു ചെറിയ വാൾ ഡെക്കോറാണ്. സ്റ്റാർസും മൂൺസും. റമദാൻ എന്ന് വെച്ചാൽ മെയിനായിട്ട് നമുക്ക് സ്റ്റാറും മൂണൊക്കെ തന്നെയാണല്ലോ പ്രതീകമായിട്ടുള്ളത്. അപ്പോൾ ഞാൻ സ്റ്റാർസും മൂൺസും വെച്ചിട്ട് ഒരു വാൾ ഡെക്കോർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉണ്ടാക്കിയതാണ് ഇത്. അടുത്തതായിട്ട് വേറൊരു വാൾ ഡെക്കർ ഉണ്ടാക്കാനുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ. നമ്മൾ റമദാൻ കരീം എന്നൊക്കെ വാളും എഴുതി കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതുപോലെ ഡെക്കോർ ചെയ്ത് എഴുതാന്നുള്ള ഉദ്ദേശത്തിൽ എഴുതുന്നതാണ് കേട്ടോ ഇത്. ഇതിൽ ബ്രൗൺ പേപ്പർ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് കവറില്ലേ, നമുക്ക് ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കവറില്ലേ, ആ കവറ് ഞാനെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കവർ വെട്ടിയിട്ട് ഈ ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് അതിൽ എഴുതി കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ത്രെഡ് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സാധാ ജൂട്ടിൻ്റെ ത്രെഡാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ പേപ്പറിൻ്റെ 2 എൻഡ് പേപ്പർ പഞ്ചർ കൊണ്ട് 2 ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ജൂട്ട് ത്രെഡിൻ്റെ ഉള്ളിലോട്ട് അത് ഇട്ട് കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. പിന്നെ നമ്മൾ റമദാനാവുമ്പോൾ ഒരുവിധം എല്ലാ വീടുകളിലും ഇങ്ങനെ ഒരു ഡെക്കറേഷൻ ഉണ്ടാവുന്നത് കാണാറുണ്ട്. നമ്മൾ പിൻട്രസ്റ്റൊക്കെ നോക്കിയാൽ നല്ല രസമാണ് കാണാൻ. അപ്പം ഞാൻ എൻ്റേതായ രീതിയിൽ ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ ശ്രമിച്ചതാണ് കേട്ടോ അത്. ഫോണിങ്ങനെ ലാൻഡ്സ്കേപ്പിൽ പിടിക്കുമ്പോഴേ ഉദ്ദേശിച്ച അത്ര ആംഗിൾ കിട്ടണില്ല. അതുകൊണ്ട് തന്നെ എല്ലാം ക്ലിയറായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. വാളിൽ ചെയ്യുന്നതൊക്കെ ഞാൻ ഉദ്ദേശിച്ച രീതിയിലൊന്നും കിട്ടാണ്ടായപ്പോൾ ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഷൂട്ട് ചെയ്തിട്ടത്. ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും കിട്ടണില്ല. അങ്ങനെ അടുത്തതായിട്ടൊരു കുട്ടി ടേബിൾ ഡെക്കോർ എന്നുദ്ദേശിച്ച് ചെയ്യുന്നതാട്ടോ. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ മുന്നത്തെ ഒരു വീഡിയോയിൽ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇതേ മെത്തേഡിൽ തന്നെ. ആ ഒരു മെത്തേഡ് തന്നെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ടേബിൾ ഡെക്കോർ ഉണ്ടാക്കുന്നത്. വേറൊന്നുമല്ല ഈ ഉണ്ടാക്കുന്നത്, ഒരു ചെറിയ മസ്ജിദിൻ്റെ ഒരു രൂപം അത്രേ ഉള്ളൂ. അത് ഇങ്ങനെ ടേബിളിന്മേൽ വെച്ചിട്ട് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ഇൻട്രസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് എന്തായാലും ഉണ്ടാക്കാൻ ഇങ്ങനൊരു ഇൻട്രസ്റ്റ് വന്നു. അപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കിയതാട്ടോ. ഇവിടെ ഉമ്മച്ചിക്കൊക്കെ ഉണ്ടാക്കി കാണിച്ചു കൊടുത്തപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ഇത് പള്ളിയുടെ പോലെ തന്നെ ഉണ്ടല്ലോ, ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ഉണ്ടാക്കിയത് എന്തെങ്കിലും സക്സസ് ആയല്ലോ. പിന്നെ ഞാനത് ബേബിക്ക് കാണിച്ചു കൊടുത്തിട്ടോ. ബേബി ഇത് കണ്ടതും ഉമ്മി പള്ളി ബേബിക്ക് വേണം പള്ളി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുട്ടിക്ക് മനസ്സിലാവണുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇതെന്താണെന്ന് മനസ്സിലാകും എന്ന് ഞാൻ വിചാരിച്ച്. ഇതിലെന്തായാലും നമ്മൾ പേപ്പർ ഗ്ലൂ ചെയ്യുന്നില്ല, അതിൻ്റെ ഒരു സ്റ്റെപ്പ് എന്തായാലും നോക്കണം കേട്ടോ. ആ സ്റ്റെപ്പ് നോക്കിയിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വരുള്ളൂ. ഉള്ളിൽ ഒട്ടിക്കുന്നതും പുറത്തൊട്ടിക്കുന്നതും എങ്ങനെയെന്ന് നോക്കണം. അടുത്തത്, വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ ഈ ഒരു സാധനം എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ്. ഇതെന്താണെന്ന് വെച്ചാൽ പ്രയർ ട്രാക്കറാണ്. നമ്മുടെ 5 നേരത്തെ നമസ്കാരം ട്രാക്ക് ചെയ്യുക, എസ്പെഷ്യലി കിഡ്സിന്. കാരണം ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കായാലും നിസ്കരിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. കാരണം ഓരോ മുത്തുകൾ മാറ്റി അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് ഞാനിത് നിസ്കരിച്ച്, ഇന്ന് 5 വക്കത്ത് നിസ്കരിച്ചു എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അതിലുണ്ടാകുന്നൊരു സന്തോഷവും അതിനുള്ള ഇൻട്രസ്റ്റും വളരെ വലുതായിരിക്കും. ബേബി ഇപ്പോൾ നിസ്കരിക്കാനായിട്ടില്ല. എന്തായാലും ഒരു 6-7 വയസ്സുള്ള കിഡ്സ് വീട്ടിലുള്ളപ്പോൾ ഇങ്ങനെയൊരു സാധനം ഉണ്ടാക്കുന്നത് വളരെ ഉപകാരമായിരിക്കും. കാരണം അവർക്കപ്പോൾ നിസ്കരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും, ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയും ചെയ്യുന്നത്. ഇത് ചെയ്യാൻ നമുക്കൊരു കാർഡ്ബോർഡ് മാത്രം മതി. പിന്നെ കുറച്ച് ബീഡ്സും കുറച്ച് കമ്പിയും അത്രയും മതി ഇതിൻ്റെ റോ മെറ്റീരിയൽസ്. ഇതുണ്ടാക്കാൻ എളുപ്പമാണ്. നമ്മുടെ കുട്ടികൾക്ക് ഇത് നമ്മുടെ നമസ്കാരം 5 നേരം ചെയ്യുന്നത് എളുപ്പമാക്കാനും സാധിക്കും. എന്ന് വെച്ചാൽ ചെയ്യാൻ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും ഇതിൽ കൂടെ.
അങ്ങനെ ഈ ഒരു 4 സംഭവങ്ങളാണ് നമ്മൾ റമദാൻ സ്പെഷ്യലായിട്ട് ടേബിൾ ഡെക്കോറിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയത്. ഇതിലേറ്റവും യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ ഒരു സംഭവം തന്നെയാണ്. പിന്നെ ഇതാണ് മൊത്തത്തിലുള്ളൊരു ഓവർവ്യൂ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഉദ്ദേശിച്ച രീതിയിലൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. എന്നാൽ എൻ്റെ പരിമിതികൾക്കുള്ളിൽ വെച്ചിട്ട് ഞാനിത് ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.